ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു കുഞ്ഞു കഥ. ഇത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ കഥയാണെന്ന് തോന്നുന്നു. പക്ഷേ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഇത് കാണുന്നില്ല. ആർക്കെങ്കിലും ഈ കഥ ആരുടേതാണെന്ന് അറിയാമെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് സെക്ഷനിൽ ഇടുക. ഞാൻ ഈ കഥ കേട്ടത് എൻ്റെ വൈഫ് ചിന്മയുടെ കയ്യിൽ നിന്നല്ല. ഒരു വ്യക്തി, നമ്മളെപ്പോലെ ഒരു സാധാരണ വ്യക്തി, അദ്ദേഹത്തിന് നമ്മളെപ്പോലെ ഈശ്വരനെ അറിയാനൊരു താല്പര്യം. നമുക്കും ആ താല്പര്യമുണ്ടല്ലോ അല്ലേ? അങ്ങനെ അദ്ദേഹം എല്ലാം മതിയാക്കി ഈശ്വരനെ തേടിയുള്ള ഒരു യാത്ര തുടങ്ങി. ഒരുപാട് ആശ്രമങ്ങൾ കയറി ഇറങ്ങി, ഒരുപാട് ധ്യാന മുറകൾ പഠിച്ചു, പല ദേശങ്ങൾ സഞ്ചരിച്ചു. ദൈവത്തിനെ കണ്ടില്ല. അദ്ദേഹം മതിയാക്കിയില്ല. അദ്ദേഹം യാത്ര തുടർന്നു, അന്വേഷണം തുടർന്നു. അങ്ങനെ ഒരു ദിവസം ഒരു പാത കണ്ടു, ഒരു ഗോൾഡൻ നെയിം ബോർഡും കണ്ടു. ഗോഡ് ലിവ്സ് ഹിയർ. ദൈവം ഇവിടെ താമസിക്കുന്നു. ഒരു സ്വർണ്ണ പാത. അദ്ദേഹം ഞെട്ടിപ്പോയി. അവസാനം എൻ്റെ യാത്ര ലക്ഷ്യത്തിലെത്തി. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ആ പാതയിലൂടെ ദൈവത്തിന്റെ അടുത്തേക്ക് നടന്ന് നീങ്ങി. ചെന്നപ്പോൾ ഒരു വളരെ മനോഹരമായ ഒരു കുട്ടി, സ്വർണ്ണ കതറ്, സ്വർണ്ണ പടികൾ. അദ്ദേഹം അതിന്റെ പടികൾ കയറി ആ കഥകിൽ പിടിച്ചു തുറക്കാനായി. പെട്ടെന്ന് അയാൾ ഞെട്ടി. പതുക്കെ പിടിവിട്ടു. ശബ്ദമുണ്ടാക്കാതെ ചെരുപ്പൂരി കയ്യിലെടുത്ത് പതുക്കെ പടിയിറങ്ങി അദ്ദേഹം തിരിച്ചു തന്റെ അന്വേഷണം തുടർന്നു. ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ഈ കഥയിൽ കാണാം. തിരിച്ചദ്ദേഹം അന്വേഷണം തുടർന്നു, അല്ലെങ്കിൽ തിരിച്ചദ്ദേഹം ദൈവം എവിടെയാണ്, എങ്ങനെയാണ് ദൈവത്തെ കണ്ടെത്തണം എന്നുള്ള കാര്യം പഠിപ്പിക്കാൻ തുടങ്ങി. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന സാധന, ചെയ്യുന്ന പ്രാണായാമം, മെഡിറ്റേഷൻ, അതിനെ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ച് നമ്മുടെ മുമ്പിൽ ഉള്ള അനുഭവങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ആ സാധനയാണ് എല്ലാം എന്ന ലക്ഷ്യം മറന്ന് പ്രാർത്ഥന ചെയ്യുന്നു. ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പലപ്പോഴും നമ്മുടെ ശ്രദ്ധ ലക്ഷ്യത്തിലെത്താനല്ല, നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാനാണ് കൂടുതൽ വ്യഗ്രത, മറ്റുള്ളവരെ ശരിയാക്കാൻ. ഇത് ശരിയാണോ? ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് ഉൾക്കൊള്ളാൻ സാധിക്കും? ഇതുപോലെയാണോ നമ്മൾ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതൊരു കുഞ്ഞു കഥ. ഇങ്ങനത്തെ ചെറിയ ചെറിയ കഥകളിലൂടെ നമുക്ക് ജീവിതത്തിന്റെ പല വശങ്ങൾ നിരീക്ഷിക്കാം. അപ്പൊ ഇവിടെ ഞാൻ ഏതാണ് ശരി, ഏതാണ് തെറ്റൊന്നും പറയുന്നില്ല. നിങ്ങൾ ചിന്തിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു കഥയുമായി നമുക്ക് നാളെ കാണാം. ബൈ ബൈ. നമസ്കാരം.